പൈയുടെ ഏറ്റവും പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആദ്യമായി നമുക്ക് പൈ ആപ്പ് ഓപ്പൺ ചെയ്യാം. പൈ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പൈയുടെ സെറ്റിങ്സിലേക്ക് പോവുക. ലെഫ്റ്റ് സൈഡ് ടോപ്പ് കോർണറിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ നമുക്ക് മെയിൻ നെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഇതിൽ നമുക്ക് 4 ബാലൻസ് കാണാൻ കഴിയും. 1 അൺവേരിഫൈഡ് ബാലൻസ്, 2 ട്രാൻസ്ഫറബിൾ ബാലൻസ്, 3 വാലറ്റ് ബാലൻസ്, 4 ലോക്ക്ഡ് അപ്പ് ബാലൻസ്. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ അൺവേരിഫൈഡ് ബാലൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ഇവിടെ അൺവേരിഫൈഡ് ബാലൻസ് എല്ലാവർക്കും കാണിക്കും. അതെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി സർക്കിളിൽ ആഡ് ചെയ്തത് വഴി, നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് വഴി നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പൈ നെറ്റ്വർക്കിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അവർ വഴി നമുക്ക് കിട്ടിയ ബോണസ് പൈയുടെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുക. ഈ ബോണസ് പൈയുടെ വാല്യൂ, ഈ കാണിക്കുന്ന വാല്യൂ നമുക്ക് മെയിൻ നെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ സർക്കിളിലുള്ള എല്ലാവരും, സർക്കിളിൽ നമ്മൾ ആരൊക്കെ ചേർത്തിട്ടുണ്ടോ അവർ KYC കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന പൈയുടെ വാല്യൂ നമുക്ക് മെയിൻ നെറ്റിലേക്ക്, രണ്ടാമത്തെ ബാലൻസ്, ഈ ട്രാൻസ്ഫറബിൾ ബാലൻസിലേക്ക് അൺവേരിഫൈഡ് ബാലൻസിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ഓക്കെ, ഈ അൺവേരിഫൈഡ് ബാലൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് കിടക്കുന്ന പൈ നമുക്ക് മെയിൻ നെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇത് ഈ നമ്മളുടെ സെക്യൂരിറ്റി സർക്കിളിലുള്ള എല്ലാവരും KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് ട്രാൻസ്ഫറബിൾ ബാലൻസ് ടു മെയിൻ നെറ്റ്. മുമ്പ് പറഞ്ഞതുപോലെ ഇതും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ട്രാൻസ്ഫറബിൾ ബാലൻസ് ടു മെയിൻ നെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ കഴിയുക. ഇതിനകത്ത് നമുക്കൊരു ബാലൻസ് കാണാൻ കഴിയും എല്ലാവർക്കും. നമ്മുടെ മെയിൻ ബാലൻസ്, നമ്മുടെ പൈ ആപ്പിനകത്ത് എപ്പോഴും ടോപ്പ് സെക്ഷനിൽ കാണിക്കുന്ന ബാലൻസ് ആയിരിക്കും ഇവിടെ കാണിക്കുക. നമ്മുടെ ആപ്പിനകത്ത് ടോപ്പ് സെക്ഷനിൽ ഒരു ബാലൻസ് കാണിക്കുക. നമ്മുടെ മൊത്തത്തിലുള്ള പൈയുടെ ബാലൻസ് ആണ് ഈ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ കാണിക്കുക. ഈ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ നമ്മുടെ സെക്യൂരിറ്റി സർക്കിൾ വഴി കിട്ടുന്നതും, നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് വഴി ആരെങ്കിലും ജോയിൻ ചെയ്തത് വഴി നമുക്ക് കിട്ടുന്നതും, പിന്നെ നമ്മുടെ സ്വന്തം മൈനിങ് റേറ്റ് വഴി നമുക്ക് കിട്ടുന്ന പൈയുടെയും ടോട്ടൽ സമ്മാണ് ഈ ടോപ്പ് പൊസിഷനിൽ കാണിക്കും. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുന്ന ട്രാൻസ്ഫറബിൾ ബാലൻസ് ടു മെയിൻ നെറ്റ് എന്ന് പറയുന്നത് നമ്മൾ KYC ചെയ്താൽ നമുക്ക് കിട്ടുന്ന, മെയിൻ നെറ്റിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന പൈ ബാലൻസ് ആണ് ഈ ട്രാൻസ്ഫർ ബാലൻസ് ടു മെയിൻ നെറ്റ് എന്ന് പറഞ്ഞ ബാലൻസിൽ കാണിക്കുക. കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അൺവേരിഫൈഡ് ബാലൻസിൽ കിടന്ന പൈയുടെ ബാലൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്തതോ നമ്മുടെ സെക്യൂരിറ്റി സർക്കിളിൽ കിടക്കുന്നതോ ആയിട്ടുള്ള ആൾക്കാർ KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ അൺവേരിഫൈഡ് ബാലൻസിൽ നിന്ന് ട്രാൻസ്ഫറബിൾ ബാലൻസിലേക്ക് പൈയുടെ ബാലൻസ് മാറിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, നമ്മൾ ഇതുവരെ മൈൻ ചെയ്ത പൈ ട്രാൻസ്ഫറബിൾ ബാലൻസായി കാണിക്കണമെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച ആൾക്കാരും നമ്മുടെ സെക്യൂരിറ്റി സർക്കിളിൽ കിടക്കുന്ന ആൾക്കാരും KYC കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ ടോപ്പ് പൊസിഷനിൽ കിടക്കുന്ന ബാലൻസും ട്രാൻസ്ഫറബിൾ ബാലൻസിനകത്ത് കിടക്കുന്ന ബാലൻസും സെയിമായി മാറും. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെക്യൂരിറ്റി സർക്കിളിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവരും KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, മൂന്നാമത്തതാണ് വാലറ്റ് ബാലൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫറബിൾ ബാലൻസ് ടു മെയിൻ നെറ്റ് എന്ന് പറയുന്ന പോർഷനിൽ കിടക്കുന്ന പൈ ഉണ്ടല്ലോ, ഇത് മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് മെയിൻ നെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടോട്ടൽ പൈയുടെ വാല്യൂ കാണിക്കുന്ന ഏരിയയാണ് വാലറ്റ് ബാലൻസ്. പിന്നെ ഈ മൂന്നാമത്തെ ഈ വാലറ്റ് ബാലൻസ് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ ലോക്ക്ഡ് അപ്പ് ബാലൻസും കൂടെ പറഞ്ഞാൽ മൂന്നാമത്തത് മനസ്സിലാവും. നമ്മൾ ഈ മൂന്നാമത്തെ വാലറ്റ് ബാലൻസിൽ കാണിക്കുന്ന പൈ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മെയിൻ നെറ്റിലേക്ക് പോകുന്ന പൈ ബാലൻസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഇത്ര % നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം.
നാലാമത്തതാണ് ലോക്കഡ് അപ്പ് ബാലൻസ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ഈ കോൺഫിഗർ ലോക്കപ്പ് റേറ്റ് മനസ്സിലാക്കണം. ആദ്യമേ നമുക്ക് കോൺഫിഗർ ലോക്കപ്പ് റേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് ഓപ്പൺ ആവുക. അതിനകത്ത് നമുക്ക് ഒരു ലോക്കപ്പ് പെർസെൻറ്റേജും കാണാം, ലോക്കപ്പ് ഡ്യൂറേഷനും കാണാം. നമ്മുടെ മെയിൻ നെറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ മെയിൻ നെറ്റിന് ശേഷമുള്ള മൈനിങ് റേറ്റ് ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ. മെയിൻ നെറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ആക്ച്വൽ ബാലൻസ് ഉണ്ടോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലോക്ക് ചെയ്തിടണം എന്ന് നിങ്ങൾക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. മെയിൻ നെറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഓരോ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്ത് വെക്കാം. 25% വെക്കേണ്ടവർക്ക് അത് വെക്കാം, 50% വെക്കേണ്ടവർക്ക് അത് വെക്കാം, 90 വെക്കേണ്ടവർക്ക് അത് വെക്കാം, അല്ലെങ്കിൽ 100% വെക്കേണ്ടവർക്ക് അത് വെക്കാം. 200% ഇപ്പോൾ എനേബിൾ അല്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 1000 പൈ ആണ് ആദ്യമേ മെയിൻ നെറ്റിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 250 പൈ ലോക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ 25% സെലക്ട് ചെയ്തിട്ട് എത്ര മാസത്തേക്കാണ് സെറ്റ് ചെയ്ത് വെക്കാം. താഴെ രണ്ടാമത്തെ ഓപ്ഷൻ 2 വീക്കിലേക്കോ 6 മന്ത്സിലേക്കോ 1 ഇയറിലേക്കോ 3 ഇയറിലേക്കോ ലോക്ക് ചെയ്ത് വെച്ചാൽ അതനുസരിച്ച് ഇതിനകത്ത് താഴത്തെ ഈ പെർസെൻറ്റേജ് വർദ്ധിക്കും. ഓക്കെ, ഇതിനകത്ത് താഴെ ഒരു ഫോർമുല ഉണ്ടല്ലേ, ഈ 90, ഇപ്പം ഞാനിപ്പോൾ സെറ്റ് 90% ഇൻറ്റു 200. ഓക്കെ, ഇൻറ്റു 200 ഇൻറ്റു ലോഗ് ഇൻറ്റു 412. ഞാൻ 412 സെക്ഷൻസ് മൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ റേറ്റ് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇത് വ്യത്യാസം കാണും ഫോർമുല. അപ്പോൾ അത് ഓരോരുത്തരുടെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പെർസെൻറ്റേജ് വ്യത്യാസം കാണും. അപ്പോൾ നിങ്ങളിപ്പം ഒരു 1000 പൈക്കകത്ത് 50% സെറ്റ് ചെയ്തെന്ന് വെക്കുക. അപ്പോൾ 500 പൈ നിങ്ങളുടെ ലോക്കായി 6 മാസത്തേക്ക്. ഇപ്പം 3 ഇയറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 3 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ അപ്പം അത്രയും നാൾ നിങ്ങളുടെ ആ റേറ്റിൽ ഈ ഇപ്പം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണെങ്കിൽ 90% 3 ഇയറിലേക്ക് സെറ്റ് ചെയ്ത്, അപ്പോൾ 470% എൻ്റെ മൈനിങ് റേറ്റ് ബൂസ്റ്റ് ആവുകയായിരുന്നു. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ അത്രയും നാളും മൈനിങ് നടത്തി കഴിഞ്ഞ ശേഷമേ ഉള്ളൂ എനിക്ക് അപ്പോൾ കിട്ടുന്ന പൈ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.